സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു രാജസ്ഥാനിലുള്ള ഒരു തരം പച്ചക്കറിയാണ്. പച്ചക്കറിയും ആയിട്ടും ഫ്രൂട്ടായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലും ഒരു പച്ചക്കറിയുടെ പർപ്പസായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഗോണ്ട് ഫ്രൂട്ട് എന്നാണ് പറയണത്. പിന്നെ കോമൺ നെയിം ഇന്ത്യൻ ലസോഡ ഫ്രൂട്ട് എന്നാണ് പറയണത്. ലസോഡ എന്നുള്ള പേരിലും ഗൂണ്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മാർവാഡിൽ മൊത്തം ഗോണ്ട് ഗോണ്ട് ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം കോഡിയ മൈക്സ്ക എന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് ഒത്തിരി ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് പറയണതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ക്യാൻസർ, പിന്നെ ഉള്ളത് കാർഡിയോ പ്രൊട്ടക്റ്റീവ്, പിന്നെ ആൻറ്റി പാരസൈറ്റിക് ആണ്. മറ്റേ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓടിച്ചു കളയാൻ പറ്റും. പിന്നെ ഇമ്മ്യൂണോ മോഡുലേറ്ററി, പിന്നെ നെഫ്രോ പ്രൊട്ടക്റ്റീവ്, അത് കിഡ്നീനെ സംരക്ഷിക്കുന്നതാണ്. അതുപോലെ ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ്, കരളിനെ സംരക്ഷിക്കുന്നത്. പിന്നെ ഡൈജസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്യാസ്ട്രോ പ്രൊട്ടക്റ്റീവ്. പിന്നെ വിറ്റാമിൻ സി കണ്ടവനുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ പനി ചുമക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ പനി ചുമക്ക് ഇതിൻ്റെ കഷായം വെച്ചാണ് കുടിക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് മെയിനായിട്ട് ഇത് ഒരു പച്ചക്കറി എന്നുള്ള നിലയിൽ അച്ചാറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ഔഷധ ഗുണം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റഡി ഞാൻ ഇതിൻ്റെ സ്റ്റഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത് കൂടുതലും രാജസ്ഥാൻ, ഗുജറാത്ത് ഏരിയകളിലൊക്കെയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ രാജസ്ഥാനിലാണെങ്കിൽ പാലി ഡിസ്ട്രിക്റ്റ്, പിന്നെ നാഗോർ, ബിക്കാനീർ, ജോധ്പൂർ അവിടെയൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അർദ്ധ രേഗിസ്ഥാൻ ടു സമ്പൂർണ്ണ രേഗിസ്ഥാനിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല ടെമ്പറേച്ചറൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഈ ഒരു അരിഡ് റീജിയനിൽ ഉണ്ടാകുന്ന ഒരു വെജിറ്റബിളായിട്ട് തന്നെ വേണമെങ്കിൽ കാണാം. എന്ന് പറഞ്ഞാൽ അധികം വെള്ളമൊന്നും ഇല്ലാത്ത അർദ്ധ മരുഭൂമിയായിട്ടുള്ള ഏരിയയിലും മരുഭൂമി പോലത്തെ ഏരിയകളിലും ഇത് വളരും നന്നായിട്ട്. അപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും പിടിപ്പിക്കാവുന്നതാണ്. അവിടെ ഇത് നന്നായിട്ട് വളരും, വലിയ കെയറൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ലസോദ ഫ്രൂട്ട് അല്ലെങ്കിൽ ഗോണ്ട് ഫ്രൂട്ട്. ഇതിൻ്റെ ടേസ്റ്റും കൂടി നോക്കിയിട്ട് ഞാൻ പറഞ്ഞേക്കാം. ഒരു ചെറിയൊരു ബിറ്റർ ടേസ്റ്റാണ് പണ്ട് ഞാൻ അച്ചാർ കഴിച്ചപ്പോഴത്തേക്ക്. ഇപ്പോൾ ഒന്ന് ഞാൻ പറയുന്നത് കടിച്ചു നോക്കിയിട്ട് ഇപ്പോൾ പറയാം. ഞാനിത് കടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. എൻ്റെ അകമൊക്കെ ഇങ്ങനെ ഇരിക്കണത് ചെറിയൊരു പുളിയുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ കാര്യമായിട്ടുള്ള പുളിയൊന്നുമില്ല. കുറേ ശരിക്കും 2-3 തവണ കടിക്കുമ്പോൾ ഒരു ചെറിയൊരു പുളി വന്നു. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നമ്മുടെ നാട്ടിലും വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ സാധനമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അത് ഇന്ത്യൻ ലസോഡ ഫ്രൂട്ട് അല്ലെങ്കിൽ ഗോണ്ട് ഫ്രൂട്ട്. പിന്നെ ഇതിൻ്റെ അച്ചാറും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ആമസോണിലൊക്കെ കിട്ടും. അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കുന്നവർക്ക് ഓൺലൈനായിട്ട് മേടിച്ച് നോക്കാം, കഴിച്ച് നോക്കാം. എന്നിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ തൈയും സംഘടിപ്പിച്ച് നമ്മുടെ നാട്ടിൽ പിടിപ്പിക്കേണ്ടതാണ് അത്യാവശ്യമായിട്ട്, ജൈവ വൈവിധ്യത്തിനും ഭക്ഷ്യ സുരക്ഷയ്ക്കും വേണ്ടി. ഓക്കെ.